ഹലോ, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലിലാണ്. നമ്മുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പുതിയ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചെന്നൈയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻറ്റീരിയർ വർക്കും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്, ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് വീഡിയോസ് ഇടാൻ ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആകുന്നത്. പിന്നെ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് ലാഗ് ആകുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ റിക്വസ്റ്റിനുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കെല്ലാവർക്കും, കാരണം ഞാനിടുന്ന അധികം വീഡിയോസും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബോവ് 30 തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വേണമല്ലോ നമ്മൾ കുറച്ച് കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചുളിവുകളും മാർക്കുകളും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മളെങ്ങനെ നമ്മുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ ചുളിവുകളൊക്കെ വരാൻ കുറച്ച് താമസിക്കും. പിന്നെ അതിനുള്ള ആഴം കുറച്ച് കുറവായിരിക്കും. കുറച്ച് ഡീപ്പായിട്ടുള്ള ചുളിവുകളും വരകളും ഒന്നും ഇല്ലാതെ വെച്ചേക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും അധികമായിട്ട് നമ്മുടെ ഏജ് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ കഴുത്ത്, പിന്നെ നമ്മുടെ നെറ്റി എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ, ഒരുപാട് നെറ്റിയിൽ ഒരു 30 years ആകുമ്പം തന്നെ ഒരുപാട് ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടാകും. അതിന് വേറൊരു മെയിൻ കാരണം എന്താ വെച്ചാൽ സ്ട്രെസ്സും കൂടെയാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെയൊക്കെ ആക്കിയിരുന്ന് ആലോചിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ നെറ്റിയിൽ ചുളിവുകൾ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ടെൻഷൻസ് ഉള്ളവർക്കും ഒക്കെ നെറ്റിയിൽ ചുളിവുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കഴുത്തും, പ്രത്യേകിച്ചും ഒരുപാട് ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവർക്കാണ് കഴുത്ത് പെട്ടെന്ന് ചുളിവുകളും വരകളും ഒക്കെ വരുന്നത്. അല്ലാത്തവർക്കും കഴുത്തിൽ ചുളിവുകൾ നമ്മളെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു വര മാതിരിയുള്ള, അതെനിക്ക് ചെറിയ വയസ്സ് തൊട്ടേ ഉള്ളതാണ്, അങ്ങനെ ഒരു 3 വര മാതിരി. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്കിന്ന് ഒരുപാട് സാഗ് ആകാതിരിക്കാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ദിവസവും കുടിക്കുക. ഇതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന പില്ലോ, നിങ്ങൾ കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന പില്ലോ, ചില കണ്ടിട്ടില്ലേ, ഒരുപാട് പൊക്കമുള്ള പില്ലോയ്ക്കകത്തേ കിടക്കത്തുള്ളൂ. അങ്ങനെ കിടക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് നമുക്ക് അങ്ങനെ ഒരുപാട് ചുളിവുകളും വരകളും, അതുപോലെ തന്നെ ബുക്സൊക്കെ വായിക്കുന്നവർ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കുമ്പം നമുക്ക് ഈ ഇരട്ടത്താടി അതും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡബിൾ ചിൻ അല്ലെങ്കിൽ ഇരട്ടത്താടി. അതുപോലെ തന്നെ കഴുത്തും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുളിവുകളും വരകളും വരാനുള്ള ചാൻസസും ഉണ്ട്. അതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ നല്ല ഒരു ആൻറ്റി റിങ്കിൾ മസാജ് ഡെയിലി, നൈറ്റ് ക്രീം, ആ ആൻറ്റി റിങ്കിൾ നൈറ്റ് ക്രീം നിങ്ങൾ ഡെയിലി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കിന്നിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടക്കുക. അതിപ്പം സീറവും ആകാം. ഒരുപാട് ആൻറ്റി റിങ്കിൾ സീറംസ് ഒക്കെ ഉണ്ട്. സീറംസ് ഒക്കെ ഒന്ന് നൈറ്റ് നമ്മൾ ഈ മുഖം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കഴുത്തും നമ്മുടെ കൈകാലുകളും കൂടുതൽ ശ്രദ്ധിക്കണം. എങ്കിലേ ഒരു ഈവൻ ആയിട്ടുള്ളൊരു നമുക്കൊരു ലുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കഴുത്ത് വേറെ ഇടണം, മുഖം വേറെ, അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴുത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ആൻറ്റി റിങ്കിൾ ക്രീം അല്ലെങ്കിൽ സീറം ഡെയിലി നൈറ്റ് അപ്ലൈ ചെയ്യുക. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് മസാജിങ്. ആൻറ്റി റിങ്കിൾ മസാജസ് നമുക്ക് ഡെയിലി നമ്മുടെ സ്കിന്നിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. എപ്പോഴും മസാജ് ചെയ്യുമ്പം ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കഴുത്തൊക്കെ ആകുമ്പോൾ ഓയിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറോ ക്രീമോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. സെറാവയുടെ മോയ്സ്ചറൈസറാണ്. ഇതിപ്പോൾ ഏകദേശം തീരാറായി കേട്ടോ. അപ്പോൾ കുറച്ച് മോയ്സ്ചറൈസർ എടുക്കുക, കയ്യിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മുടെ കഴുത്തിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ എന്തെങ്കിലും, കാരണം ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ അത് വേണം എന്നുണ്ടെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് കൊടുത്ത്, ഞാൻ ഇത്രയും വർഷങ്ങളിൽ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് എൻ്റെ ഈ സെറാവയുടെ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ. ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന, കുറച്ച് നല്ല കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം 2000 എബോവ് റേഞ്ച് വരും മോയ്സ്ചറൈസറിന്. പക്ഷേ കൊടുക്കുന്ന ക്യാഷിന് വർത്താണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷത്തോളം യൂസ് ചെയ്യാനുള്ള മോയ്സ്ചറൈസർ ഇതിനകത്തുണ്ട്. അപ്പോൾ 2000 സംതിങ് നമ്മൾ ഒരു വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ ഓരോരുത്തരുടെയും ഇതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ വലുതായിട്ട് ഞാൻ ഫോഴ്സ് ചെയ്ത് പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ സെറവയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഔട്ട്വേർഡിലേക്ക് മസാജ് ചെയ്യരുത്. ഇങ്ങനെ വെളിയിലേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കരുത്. അത് നമ്മുടെ ഫേസ് ആയിരുന്നാലും ഒരിക്കലും ഇങ്ങനെ വെളിയിലേക്കല്ല. അതായത് നമ്മളിപ്പം ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുന്ന മസാജസ് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൈ കൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുന്ന ഒരു പഴക്ക ചിലർക്കുണ്ട്. കഴുത്ത് ഇങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യും. അങ്ങനെ ഒരിക്കലും കഴുത്ത് നിങ്ങൾ മസാജ് ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആദ്യം കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൈ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കഴുത്ത് ഇങ്ങനെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, ഇവിടേക്ക് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്ത് ഇങ്ങനെ മസാജ് ചെയ്യുക. ചിലരിങ്ങനെ വെളിയിലേക്ക് ഇങ്ങനെ തടവി മസാജ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, മസാജ് ചെയ്യുമ്പം എപ്പോഴും ഇതേപോലെ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് കൈ വെച്ച് കൊടുത്തതിന് ശേഷം അകത്തേക്ക് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരുപാട് വലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ബാക്കിൽ കൈ വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത സൈഡിലും അതേപോലെ തന്നെ അകത്തേക്ക് ഇതേപോലെ ഒരു 20 കൗണ്ട്സ് പതുക്കെ റിലാക്സ് ചെയ്ത് ഇതുപോലെ അകത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ താടിയുടെ ഈ ഒരു പോർഷൻസിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ നല്ലപോലെ ഇതേപോലെ മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ 2 സ്റ്റെപ്പും മെയിനായിട്ട് ശ്രദ്ധിക്കണം. കഴുത്ത് ചുളിവുകളുള്ളവരൊക്കെ ഇന്ന് മുതൽ ഇത് ചെയ്തു തുടങ്ങുക. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടൂ. അല്ലാതെ ഒരു ദിവസവും 2 ദിവസവും ചെയ്താലൊന്നും റിസൾട്ട് കിട്ടത്തില്ല. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ നമ്മുടെ കോളർ ബോൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോളർ ബോണിൽ നല്ലപോലെ മസാജ് കൊടുക്കണം. നമ്മുടെ ഈ ഒരു കോളർ ബോണിൽ നല്ലപോലെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം. കോളർ ബോണിൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കോളർ ബോൺ മസാജ് ചെയ്യുന്നത് സഹായിക്കും. ജസ്റ്റ് നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തൊരു മസാജിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ കൈ വെച്ച് ഇതുപോലെ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ മുകളിലേക്കാക്കിയല്ല, കഴുത്ത് റിലാക്സ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് പിഞ്ച് ചെയ്ത് മസാജ് കൊടുക്കുക. എല്ലാ ഭാഗവും കഴുത്തിൻ്റെ എല്ലാ ഭാഗവും ഇതുപോലെ പിഞ്ച് നല്ല ഇവിടെ വരെ താടിയുടെ എൻഡ് വരെ നല്ല പോലെ പിഞ്ച് ചെയ്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾ കഴുത്ത് ഫുള്ളായിട്ടും കഴുത്തിന് ചുറ്റും കഴുത്തിൻ്റെ ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ നല്ല പോലെ മുകളിലേക്ക് താഴെ നിന്ന്, അതായത് നമ്മുടെ ഈ ഒരു കോളർ ബോൺസിൻ്റെ അടുത്ത് നിന്ന് മുകളിലേക്ക് ഇതേപോലെ 2 കൈയും വെച്ച് നമ്മുടെ വിരലുകൾ വെച്ച് ഇങ്ങനെ പിഞ്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ പിഞ്ച് ചെയ്യുന്ന മസാജ് ഫുള്ളായിട്ടും, അതായത് ഈ ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്യുക. അതൊരു 5 മിനിറ്റ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് മസാജ് ചെയ്യുക. നമ്മളിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് കഴുത്തിൻ്റെ സൈഡ് ഭാഗം ഫുള്ള് സൈഡിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്ത് അതും ഒരു 5 മിനിറ്റ് തന്നെ ചെയ്യണം. ഇതൊരു മുകളിലേക്ക് ഒരു 5 മിനിറ്റ്, സൈഡിലേക്ക് ഒരു 5 മിനിറ്റ്, ആ ഒരു മസാജും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ കൈ രണ്ടും ഇതേപോലെ നമ്മുടെ ചെസ്റ്റിൻ്റെ അടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം കഴുത്ത് മുകളിലേക്കാക്കി കീഴ്ത്താടി ഉണ്ടല്ലോ, താഴെ ഉള്ള താടി മാത്രം മുകളിലേക്ക്, അതായത് ഇങ്ങനെ ആക്കത്തില്ല, അതേപോലെ മുകളിലേക്ക്, അതായത് ഇവിടെ രണ്ടും ഇതേപോലെ പിടിച്ചിട്ട് മുകളിലേക്കാക്കിയിട്ട് ഓക്കെ. അപ്പോൾ കണ്ടോ ഇവിടെ ഇങ്ങനെ വലിയും. അപ്പോൾ നമ്മുടെ ആ ഒരു ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് ഒരു 20 കൗണ്ട്സ് ചെയ്യുക. അതിനുശേഷം പതുക്കെ മുകളിലേക്കാക്കി ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് നല്ല മുകളിലേക്കാക്കിയതിന് ശേഷം കണ്ടോ വാ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. അതും ഒരു 20 സെക്കൻഡ്സ് നല്ല വാ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ സൈഡിലേക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്യുക. അടുത്ത സൈഡിലേക്കും പതുക്കെ ഇതേപോലെ ഹോൾഡ് ചെയ്യുക. 2 സൈഡിലേക്കും ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം കഴുത്ത് താഴെ കൊണ്ടുവന്ന് നമ്മുടെ ഇത് കൊണ്ടുവന്ന് നമ്മുടെ നെഞ്ചിൽ തട്ടിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് ഇതേപോലെ ഉയർത്തുക. താഴെ കൊണ്ടുവന്ന് ഈ ഭാഗത്ത് തട്ടിക്കുക, വീണ്ടും മുകളിലേക്ക് ഉയർത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ടോട്ടലി ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെയിലി എപ്പോഴെങ്കിലും നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ആ ഒരു സമയം നോക്കി ഇത്രയും സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് ദിവസവും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങളെ കഴുത്തിൽ അറിയാൻ പറ്റും. ഒരു നല്ല ചേഞ്ച്, കഴുത്തിനൊരു ഇലാസ്റ്റിസിറ്റി കിട്ടും. പിന്നെ നമ്മൾ ആൻറ്റി റിങ്കിൾ ക്രീം ഡെയിലി അപ്ലൈ ചെയ്യുമ്പം കഴുത്തിനൊരു സോഫ്റ്റ്നെസ് കിട്ടും, ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും. ഒക്കെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ കഴുത്തിന് കിട്ടാനായിട്ട് സഹായിക്കും. കഴുത്ത് നല്ല ഭംഗിയായിട്ടിരുന്നാൽ തന്നെ നമ്മൾ മുഖത്ത് മേക്കപ്പ് ഇടുമ്പോൾ കഴുത്തും മുഖവും ഒരേ സ്കിൻ ടോൺ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയൊരു 1 മാസം കഴിയുമ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. പിന്നെന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.